ഈ സമയത്ത് ഈ വിഷയം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പാപ്പ നിനക്കും മക്കളെ കെട്ടിക്കാറായില്ലേ? കെട്ടിക്കുമ്പോഴെങ്കിലും നോക്കാമല്ലോ. കൊച്ചുമക്കളെ നീ പേടിക്കണ്ട, നിനക്കുള്ളത് ഞാൻ പറഞ്ഞു തരാം. 6 സ്വഭാവം ഞാൻ പറഞ്ഞു തരാം. ഈ 6 സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 6 സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. 6 സ്വഭാവമുള്ള പെണ്ണ് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്നവളാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാക്കുമാറാകട്ടെ. വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന 6 സ്വഭാവമുണ്ട്. 6 ഭാര്യമാരുണ്ട്. ആരാന്നറിയണോ? അറിയണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെ കൈപൊക്ക്. നിന്റെ ഭാര്യയ്ക്ക് സ്വഭാവം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പൊക്ക് മനുഷ്യ. ഉസ്താദെ പറ ഉസ്താദെ, ഒന്നുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അതും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഭാര്യയെ പിടിച്ചിട്ട് പറയും, അങ്ങാരി പറഞ്ഞ 6 ഗുണവും നിന്നെക്കൊണ്ട് ചുമ്മാതല്ല വീട് നന്നാകാത്ത. എന്നിട്ട് തല്ലാനല്ല, ഭാര്യയെ തല്ലാനല്ല, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല ഞാൻ പറയുന്നത്. എങ്കിലും ഞാൻ പറയാം, ഈ സ്വഭാവം നിനക്കുണ്ടെങ്കിൽ തിരുത്തിക്കോ, ഇല്ലെങ്കിൽ രക്ഷപ്പെടൂല. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിനക്കുണ്ടെങ്കിൽ നീ തിരുത്തിക്കോ, എങ്കിലേ നിന്റെ ജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാകൂ. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1ാമത്തെ ഭാര്യ, വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന 1ാമത്തെ ഭാര്യ, അള്ളാഹുവേ അവക്കൊരു രോഗവുമില്ല, പക്ഷേ രോഗം നടിക്കുന്നവളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവ് വന്നിട്ട് പറയും, എന്റെ പൊന്നാര ആമിന, 1 ഗ്ലാസ് വെള്ളം എടുത്ത ഇല്ലിക്ക എനിക്ക് നടുവേദനയൊക്കെ നിങ്ങൾ എടുത്തു. എപ്പോഴും രോഗം നടിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ജോലി ചെയ്യാൻ മടിയ, രോഗം ഇങ്ങനെ നടിക്കും, അഭിനയം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, രോഗം നടിക്കുന്ന ഒരു ഭാര്യ അവള് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൻ എണ്ണി തുടങ്ങി. 1, 2. 1ാമത്തെ സ്വഭാവം ചിരിച്ചോ, ഉണ്ടെങ്കിൽ മാറ്റാൻ പറയുക. 2, ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വിവാഹം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, 15 കൊല്ലമായി, ഇപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടുമ്പോ പറയും, അതെ 10-30 പവനും കുറെ സെന്റുമായിട്ടാ ഇങ്ങോട്ട് വന്നത്. ഈ വീട് പണിതിരിക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ടാ. നിങ്ങളുടെ സഹോദരിമാരെ വിവാഹം കഴിച്ചു വിട്ടത് എന്റെ വീട്ടിൽ നിന്ന് എന്റെ കൈ കിടന്ന ഊരി തന്നിട്ടാ കെട്ടിച്ചു വിട്ടത്. അതെ, പാപ്പയും ഉമ്മയും ഇവിടെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി കടന്നപ്പം മരിക്കുന്ന കാലം വരെ നോക്കിയതാണ്, മറന്നു പോകരുത്. ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന ഒരു ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സഹോദരിമാര് കേൾക്കണം. 3 ചില പെണ്ണുങ്ങളുണ്ട്, വീട് നോക്കൂല, മക്കളെയും നോക്കൂല, അവർക്കൊന്നിനും സമയമില്ല. 24 മണിക്കൂർ ഒരുങ്ങണം. ഇങ്ങനെ എപ്പോഴും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങണം. പെണ്ണൊരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിലാണ്. പക്ഷെ ഒടുക്കത്തെ ഒരുക്കമായി പോയി. ഈ എഴുന്നള്ളത്തിന് നിൽക്കണ ആനയെ പോലെ ഇങ്ങനെ നിൽക്കണമല്ലോ എപ്പോഴും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, 24 മണിക്കൂറും ഒരുങ്ങുന്ന പെണ്ണ് അവള് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയും. 4ാമത്തെ പെണ്ണ്, പടച്ചവനെ, ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അതൊന്നും അവക്കറിയണ്ട. ഈ മനുഷ്യന് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട. കാണുന്നത് മുഴുവനും എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു ഭാര്യയാണ് നിനക്കുള്ളതെങ്കിൽ പാപ്പ വല്ലാത്ത ബുദ്ധിമുട്ടാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5ാമത്തെ ഭാര്യ, ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരിക്കാം. ആ സമയത്താണ് അയൽവാസിയായ ഒരു ചെറുപ്പക്കാരനും തന്റെ ഭാര്യയും കൂടെ എവിടേക്കോ പോകുന്നതിന് വേണ്ടി പുറത്തേക്ക് ഒരുങ്ങി ഇറങ്ങാം. ആ സമയത്ത് ഇവിടെ ഇരുന്നിട്ട് ഭർത്താവിനോട് പറയാ, ദേ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ അങ്ങാരെ പോലെ ഇരിക്കണം. ഒരാണിനെ കാണിച്ചിട്ട് പറയാ, ഭർത്താവ് എന്ന് പറഞ്ഞ അങ്ങാരെ പോലെ ഇരിക്കണം. ഗ്ലാമർ കണ്ട, ബോഡിയൊക്കെ കണ്ട, പടച്ചന് സ്നേഹം കണ്ട. അല്ലാഹു അലം. സ്വന്തം ഭർത്താവ് മുന്നിലിരിക്കുമ്പോ മറ്റൊരുത്തനെ ആഗ്രഹിക്കുന്ന പെണ്ണ് അവൾ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. 6ാമത്തെ ഭാര്യ, അള്ളാഹുവെ പടച്ചവനെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വിളിച്ചാൽ അവൾ പറയും, ഞാൻ കുളിച്ചില്ല, എനിക്ക് ശുദ്ധിയില്ല, എനിക്ക് രോഗമാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകുന്ന ഭാര്യ. ഈ 6 സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ വെറുതെ കിട്ടൂല. 1, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂ. എല്ലാവരും മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രം പഠിക്കുന്നവരാ. ഉമ്മ വളർത്തിയ മോനല്ലേ അവസാനം ഇൽമു പഠിക്കുന്നതിന് വേണ്ടി പോകുമ്പോ തന്റെ പൊന്നുമോന്റെ കയ്യിലേക്ക് 40 സ്വർണ്ണ നാണയം എടുത്തു കൊടുത്തിട്ട്, മോനെ കള്ളം പറയല്ലേ പൊന്നുമോനെ, ഉമ്മ പറഞ്ഞു കൊടുത്തതാ,
പടച്ചവനെ കാട്ടിൽ വെച്ച് കൊള്ളക്കാര് പിടിച്ചു. ഈ ചെറിയ കുട്ടിയായത് കാരണം ഉമ്മ, പണ്ടൊക്കെ പെണ്ണുങ്ങളൊക്കെ ഇന്ന് പൈസയൊക്കെ ഒളിച്ചു വെക്കണത് പോലെ ആ ഉമ്മ അള്ളാഹുബെ പടച്ചവനെ കൈയുടെ വസ്ത്രത്തിനകത്ത് തച്ചു വെച്ചിരിക്കുകയായിരുന്നു. എല്ലാരും തെരഞ്ഞു നോക്കി, ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് ഒരു ചെറിയ കുട്ടിയായി നിൽക്കുന്ന ഹൗസുൽ അഹ്ലമിനോട് ചോദിച്ചത്, നിന്റെ കൈ വല്ലതും ഉണ്ടോ? ഉണ്ട്, 40 നാണയുണ്ട്. എന്തേ മോനെ നീ അങ്ങനെ പറഞ്ഞത്? എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് കള്ളം പറയരുത്. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ വളർത്തിയ മക്കളൊന്നും തലതിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി.